മുല്ലപ്പെരിയാറിൻ്റെ ദുരന്തം വിളിച്ച് ഓതി പറഞ്ഞ് നമ്മളെ എല്ലാം ബോധവൽക്കരിച്ച അഡ്വക്കേറ്റ് റസൽ ജോയ്സ് സാറിനെ കാണാൻ വേണ്ടിയാണ്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉറപ്പായിട്ടും കുളമാവ് ഡാം തകരും. ഈ ഡാമുകളെല്ലാം ഒരു കടലുകളാണ്. അതിൻ്റെ മർദ്ദം കാരണം ഡാമിൻ്റെ അടിയിലെ റോക്സിൻ്റെ ലെയേഴ്സ് തെന്നി മാറിയിട്ട് വലിയ പൊത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആദരണീയായ മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഈ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ലാത്ത മുല്ലപ്പെരിയാർ സമരം കൊടുമ്പിരി കൊണ്ട സമയത്ത് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അവിടെ ഉണ്ടായിരുന്നു, നേതാക്കന്മാരെല്ലാവരും വന്നായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ മനോഭാവം മാറാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. AK ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശ്രദ്ധിക്കുവാനും ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ നോക്കാനുമൊക്കെ സാറിൻ്റെ ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉറപ്പായിട്ടും കുളമാവ് ഡാം തകരും. കാരണം മുകളിലുള്ള ഡാം എത്ര ചെറുതായാലും അതിൻ്റെ പ്രഹരശേഷി 10 മടങ്ങ് വർദ്ധിക്കുന്നത് കൊണ്ട് താഴെയുള്ള എത്ര ശക്തമായ ഡാമും തകരും എന്നുള്ളൊരു പഠന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ ഡാമുകളെല്ലാം ഒരു കടലുകളാണ്. അതിൻ്റെ മർദ്ദം കാരണം ഡാമിൻ്റെ അടിയിലെ റോക്സിൻ്റെ ലെയേഴ്സ് തെന്നി മാറിയിട്ട് വലിയ പൊത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തകർച്ച സുനിശ്ചിതവും സ്വാഭാവികവുമാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു മുല്ലപ്പെരിയാർ ഡാം തകർന്നതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഡാമുകൾ തകർന്ന് താഴേക്ക് വന്നാൽ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ ജനങ്ങൾ മരിച്ചു പോകും എന്നുള്ളൊരു ചിന്ത. 1.5 കോടി ജനങ്ങളുണ്ട്. അവർ മരിച്ചു പോയാൽ എന്തു സംഭവിക്കും എന്നുള്ളൊരു ഭീകരമായ അവസ്ഥയെക്കുറിച്ചുള്ളൊരു ചിന്ത. അത് മാത്രമല്ല, ഇത്തരമൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെളി ഒരു 40 അടി എങ്കിലും ചെളി വരും എന്നാണ് ഒരു പഠന റിപ്പോർട്ടിലുള്ളത്. ഒത്തിരി പഠന റിപ്പോർട്ടുകളുണ്ട്. IIT റൂർക്കി പഠിച്ചിട്ടുണ്ട്, IIT ഡൽഹി പഠിച്ചിട്ടുണ്ട്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പഠന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഒരു വലിയ ദുരന്തമായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള 1.5 കോടി ജനങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ കംപ്ലീറ്റും തകരുക, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ ഗവൺമെൻറ് നട്ടം തിരിയുക, അങ്ങനെയുള്ള ഒരു വലിയ ഗുരുതരമായ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും ടീച്ചർ മനസ്സിലാക്കണം, അത്രയും വലിയൊരു ഗുരുതരമായൊരു പ്രശ്നമുണ്ടായിട്ട് ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല. അപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി. അതെൻ്റെ മനസ്സിൽ കുറേ കാലങ്ങളുണ്ടായിരുന്നു. അതിങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഗുരുനാഥനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാർ എന്നോട് പറയുന്നത്, റസൽ ഒരു കേസ് കൊടുക്കണം, ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറിനോടുള്ള എൻ്റെ ഒരു ഗുരുദക്ഷിണയാണ് യഥാർത്ഥത്തിൽ ഈ കേസ്. സാറേ, ഈ രാഷ്ട്രീയക്കാർക്കൊന്നും ഇതിനോട് ഒരു താല്പര്യമില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയക്കാർക്കില്ല. അതിൻ്റെ കാരണം തമിഴ്നാടിൻ്റെ ആദരണീയായ മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഈ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ലാത്ത മുല്ലപ്പെരിയാർ സമരം കൊടുമ്പിരി കൊണ്ട സമയത്ത് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അവിടെ ഉണ്ടായിരുന്നു, നേതാക്കന്മാരെല്ലാവരും വന്നായിരുന്നു. ആ സമയം ജയലളിത അവരെ വിരട്ടി ഓടിച്ചില്ലേ? എന്ത് പറഞ്ഞിട്ടാണ് ഓടിച്ചത്? ആർക്കൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ടോ, ഫാം ഹൗസ് കിട്ടിയിട്ടുണ്ടോ, റിസോർട്ട്സ് കിട്ടിയിട്ടുണ്ടോ, മറ്റ് പ്ലാന്റേഷൻസ് കിട്ടിയിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ ഫുൾ ലിസ്റ്റ് ഞാൻ പുറത്തു വിടും എന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം സമര രംഗത്ത് നിന്ന് പിൻവാങ്ങിയത്. ഈ മുല്ലപ്പെരിയാർ വിഷയം എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. എന്നിട്ട് ആർക്കും അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. സാറ് മാത്രമേ ഉള്ളൂ ഇത്രയും മുന്നിൽ നിന്ന് പ്രതികരിക്കാൻ തുടങ്ങിയിട്ട്.
അതിന് ശേഷമാണ് എല്ലാവരും ഇത് ശ്രദ്ധിക്കാൻ പോലും തുടങ്ങിയത്. അപ്പോൾ ഇതിന് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് സാറിൻ്റെ അടുത്ത്? അതായത് ഇപ്പോൾ ഇതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജയലളിത പണം കൊടുത്ത രാഷ്ട്രീയക്കാർ നേരിട്ട് എതിർത്തില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് എതിർക്കുമല്ലോ, അതൊരു വിഷയം. മാത്രമല്ല എതിർക്കുന്നത് ആരോടാണ്? തമിഴ്നാട് എന്ന് പറയുന്ന വലിയ പ്രബലമായ ഒരു സംസ്ഥാനത്തോടാണ് എതിർക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാടിനു വേണ്ടി അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ജനമാണ്. നമ്മളെപ്പോലെ ഈ മുല്ലപ്പെരിയാർ വിഷയം ഇങ്ങനെ ഇത്ര ജനകോടികളും മരിക്കുന്ന ഒരു വിഷയം പോലുമല്ല. അവരുടെ ഒരു വിഷയം ഉണ്ടായിരുന്ന ജല്ലിക്കെട്ട് വിഷയം, ആരും മരിക്കാൻ പോകുന്നില്ല, ഒരു സ്പോട്ടാണ്. അതിൽ ഇതുപോലെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു സ്പോട്ടിന് വേണ്ടി അവരെത്ര തീവ്രമായി നിന്നു. അപ്പോൾ അത്തരം ആളുകളോട് അത്തരം ഒരു സംസ്ഥാനത്തോട് എതിരിടുക എന്ന് പറയുന്നത് വലിയ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അവരുടെ നേതാവ് മത നേതാവായാലും രാഷ്ട്രീയ നേതാവായാലും സാംസ്കാരിക നേതാവായാലും തങ്ങളുടെ നേതാവ് ഈ ഒരു വിഷയത്തിലില്ലെങ്കിൽ അവർ വരാൻ പേടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞ മലയാളികൾക്ക് അന്യമായിരുന്ന ഒരു സംഭവമാണ് ഭയം എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ നേതൃത്വം, എല്ലാ തരത്തിലുള്ള നേതൃത്വം ജനങ്ങളെ അടിമകളാക്കിയും ഭയപ്പെടുത്തിയും ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിൽ എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുക? ഭയന്നിട്ടാണ്. ഇതിൻ്റെ പ്രധാന കാരണം, ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഭയം മാത്രമാണ്. അതാണിപ്പോൾ എൻ്റെ ശ്രമവും അതാണ്. ജനങ്ങളുടെ ഈ ഭയം മാറ്റുക, ഈ വലിയ അനീതിക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക. മാത്രമല്ല ഇവരുടെ നേതൃത്വത്തെ കൂടി, ഞാൻ ഈ നേതൃത്വങ്ങൾക്കൊന്നും എതിരല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ജീവൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാ നേതൃത്വങ്ങളെയും ഈ ഒരു ധാരയിലേക്ക് കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ശ്രമം. അപ്പോൾ ആ ശ്രമത്തിൽ ഞാൻ വിജയിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് 2017 ഞാൻ കേസ് കൊടുത്തപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് ഈ ഡാം പരിശോധിച്ച് ഡാമിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കേരള സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അതാണ് പറയുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ മനോഭാവം മാറാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. അത് ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ജനങ്ങൾ ഇതിപ്പോൾ എനിക്കറിയാം, കേരളത്തിലെ 3.5 കോടി ജനങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറിയ കുറും ആളുകൾ പേടിച്ചിട്ട് പുറത്തു പറയാത്തതാണ്. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. അവരുടെ ആ പേടി മാറ്റി കൊടുക്കുക, ആത്മബലം കൊടുക്കുക, നേതൃത്വത്തെ തിരുത്താൻ അവർ തയ്യാറാവുന്നുണ്ട്. ഇന്ന് പലയിടത്തും നേതൃത്വങ്ങളെ തിരുത്താൻ ജനങ്ങൾ തയ്യാറായി വരുന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ശ്രീ ഡീൻ കുര്യാക്കോസ് MP. ഈ വിഷയത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ഹിതം എന്താണോ, മനസ്സെന്താണെന്ന് തിരിച്ചറിഞ്ഞ ഉത്തമനായ ഒരു MP ഈ വിഷയത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഈ കേസിനെ പിന്തുണയ്ക്കാൻ തയ്യാറായി. സേവ് കേരള ബ്രിഗേഡ് സുപ്രീം കോടതി കൊടുത്ത ഇപ്പം ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് എന്ന് പറഞ്ഞ ആ രീതി മാറ്റിയിട്ട് ഇപ്പോഴത്തെ സയൻസ് എന്താണോ, അപ് ടു ഡേറ്റ് സയൻസ് എന്താണോ, അത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം എന്നുള്ളതാണ്. അതാണിപ്പോൾ സേവ് കേരള പറഞ്ഞത്. സേവ് കേരള ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ സേവ് കേരള ബ്രിഗേഡ് പറഞ്ഞത് എന്താണ്? റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇൻ്റർനാഷണൽ എക്സ്പേർട്ട് വരണം എന്നുള്ള കാര്യത്തിലേക്ക് കേരള ഗവൺമെൻറ് വരാനായിട്ട് 5 വർഷം എടുത്തു. ഇനിയിപ്പോൾ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളിലേക്ക് കേരള ഗവൺമെൻറ് എത്താനായിട്ട് എത്ര നാളെടുക്കും എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഏതായാലും എത്തും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ കാര്യത്തിൽ ലോകത്തൊരു സയൻസ് ഉണ്ടെങ്കിൽ അത് റിലയബിലിറ്റി സയൻസാണ്. ലോകത്ത് എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളും ആണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പ്രതിസന്ധിയിലേക്ക് ജനം വരുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന ജനമായിരിക്കും, ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ജനമായിരിക്കും. അവർക്ക് ആകപ്പാടെ
ആ സമയത്ത് പ്രതികരിക്കാനാവുന്നത് ഇവരുടെ ഈ നേതൃത്വം ഉണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വം, അവർ ഹെലികോപ്റ്ററിൽ കുടുംബസഹിതം പറക്കുന്നതും നെടുവീർപ്പോടെ ഈ ചെളിയിൽ കിടന്ന് കാണാനേ അവർക്ക് പറ്റുള്ളൂ. അവർക്ക് അന്നേരം പ്രതികരിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ നിർവികാരമായ ഒരു സമൂഹമായി കേരളത്തിലെ ജനങ്ങളെ മാറ്റുന്നതിൽ ഇവിടുത്തെ നേതൃത്വങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പം ഞാൻ തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയം ആരും പ്രതികരിക്കുന്നില്ല, അപ്പോഴാണ് ഞാൻ വന്നത്, മനസ്സിലായോ? അപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനം പ്രതികരിക്കാതിരിക്കുന്നതിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഈ ജനങ്ങളുടെ നേതൃത്വങ്ങൾക്ക് നന്നായി അറിയാം. അവർ വളരെ ബുദ്ധിപൂർവ്വമായി ചെയ്തിട്ടുണ്ട്. ഈ ജനം പ്രതികരിക്കില്ല. ഈ സാധാരണക്കാർ എല്ലാം സാറിൻ്റെ കൂടെ നിന്ന് പ്രതികരിക്കാൻ വരുന്നുണ്ട്. വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരോ അല്ലെ സിനിമാ മേഖലയിലുള്ളവരോ മറ്റു മേഖലയിലുള്ളവരോ ഒക്കെ സാറിൻ്റെ കൂടെ സാറിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത് ഏറ്റവും ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ കലാരംഗത്തുള്ള, പർട്ടിക്കുലർലി സിനിമാ രംഗത്തുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ സിനിമക്കാരും എല്ലാ നടീനടന്മാരും എന്നെ വിളിച്ച് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷെ ഇവർ പരസ്യമായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സിനിമാ ലോകത്തുള്ളവരുടെ വത്തിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെന്നൈയാണ്. സിനിമാ ലോകത്തുള്ളവരുടെ മക്ക എന്ന് പറയുന്നത് എവിടെയാണ്? ചെന്നൈയാണ്. ചെന്നൈത്തെ കോടമ്പക്കാണ്. അപ്പോൾ അവര് ഈ കോടമ്പക്കത്തോട് എതിർക്കാൻ പറ്റുമോ? ചെന്നൈയോട് എതിർക്കാൻ പറ്റുമോ? തമിഴ്നാടിനോട് പരസ്യമായിട്ട് എതിർക്കാൻ പറ്റുമോ? പക്ഷെ എന്നാലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മഹാനടൻ, പൃഥ്വിരാജ് ഇപ്പോൾ ആ ഒരു കേരളത്തിലെ ജനപക്ഷത്ത് നിന്നതുകൊണ്ട് മാത്രം മമ്മൂട്ടിയേക്കാൾ മേലെയാണ്, മോഹൻലാലിനേക്കാളും മേലെയാണ്, ഏതൊരു നടന്മാരെക്കാളും മേലെ വന്നു. എന്തുകൊണ്ട്? കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് പൃഥ്വിരാജ് നിന്നു. അതൊരു വലിയ സൈനാണ്. കാരണം പൃഥ്വിരാജിന് സാമ്പത്തികമായ ദുരന്തങ്ങൾ സംഭവിക്കാം ചെന്നൈ ലോബിയെ പിണക്കിയാൽ. എന്നിട്ടും തന്നെ വളർത്തിയ പൃഥ്വിരാജിൻ്റെ സിനിമ കാണുന്നത് ഭൂരിപക്ഷം മലയാളികളാണ്. അപ്പോൾ അതൊരു ബോധ്യം ആ മഹാനടൻ്റെ മനസ്സിലുണ്ട്. എന്നെ വളർത്തിയത്, എന്നെ ഞാനാക്കിയത്, എൻ്റെ സിനിമ കണ്ട കേരളത്തിലെ 100-150 രൂപയൊക്കെ കൊടുത്ത്, ഇപ്പോൾ എത്ര രൂപയാണെന്ന് ഞാൻ സിനിമയ്ക്ക് പോകാറില്ല, എനിക്കറിയത്തില്ല. അപ്പം എത്രയെങ്കിലും ആവട്ടെ, അത്രയും രൂപ കൊടുത്ത് സിനിമ കണ്ട മലയാളികളാണ് എന്നെ ഒരു പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മഹാനടനാക്കിയത്. ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട്, ഈ ജനങ്ങളോടൊരു കടപ്പാടുണ്ട് എന്ന് അറിവുള്ളത് കൊണ്ടാണ് പൃഥ്വിരാജ് നെഞ്ച് വിരിച്ച ആൺകുട്ടിയെ പോലെ നിന്നത്. ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ ചിന്തിച്ചോ ഏത് ഗണത്തിൽപ്പെടുമെന്ന്? സാറേ, ഇനി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനി അടുത്ത നിയമ നടപടികൾ സാർ ഇനി എന്താ കൈക്കൊള്ളാനിരിക്കുന്നത്? ഇപ്പം നിലവിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിനൗണ്ട് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ, അതായത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഈ ഡാം പരിശോധിച്ചിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. എന്ന് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യും എന്നുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യണം. അതിപ്പോൾ അവർ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 999 വർഷത്തെ കരാറാണ്. അവർ 999 വർഷം വരെ ഈ ഡാം നിൽക്കുമെന്ന് പറഞ്ഞാൽ നിന്നോട്ടെ, ആർക്കത്ത വിരോധം. പക്ഷേ റിലയബിലിറ്റി സയൻസ് പ്രകാരം 40 വർഷമുള്ളൂ ഒരു സിമൻറ്റ് സ്ട്രക്ചറിൻ്റെ ആയുസ്. ഒരു ഡാമിൻ്റെ ആയുസ് 40 വർഷമുള്ളൂ. അതെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വരണം എന്ന് സുപ്രീം കോടതിയിൽ കിടന്ന് നിലവിളിക്കുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഡാം പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 126 വർഷം പഴക്കമായ ഡാമൊന്നും അവർ നിലനിർത്തില്ല. കാരണം അവരുടെ സയൻസ് പറയുന്നത് 40 വർഷമാണ് ഒരു ഡാം സ്ട്രക്ചറിന് ലൈഫുള്ളൂ എന്നാണ്. അത് കോൺക്രീറ്റിൻ്റെ ആയുസാണ്. ഇന്നത്തെ കോൺക്രീറ്റ് വെച്ചിട്ട്
സുർക്കി മിസ്റ്റർ വെച്ചിട്ടല്ല അവർ പറയണത്. സുർക്കി മിസ്റ്റർ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ കോൺക്രീറ്റാണ്. അത് ഇന്നത്തെ കോൺക്രീറ്റിൻ്റെ 1/6 മാത്രം ബലമുള്ള ഒരു കോൺക്രീറ്റാണ്. അത് വെച്ചിട്ടല്ല, നമ്മുടെ ഇന്നത്തെ കോൺക്രീറ്റ് വെച്ചിട്ടാണ് അവർ പറയുന്നത് 40 വർഷം എന്ന് പറയുന്നത്. അതായത് സുർക്കി മിസ്റ്റർ മണലും കുമ്മായവും ചേർത്ത് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ച ഒരു സാധനമാണ് ഈ സുർക്കി മിസ്റ്റർ എന്ന് പറയുന്നത്. ആ മണലിൻ്റെയും കുമ്മായത്തിൻ്റെയൊക്കെ ബലം നമുക്കറിയാലോ. അപ്പോൾ അതിനേക്കാളും 6 ഇരട്ടി ബലമുള്ള ഇന്നത്തെ പ്രസൻറ്റ് ഡേ കോൺക്രീറ്റിൻ്റെ ബലമനുസരിച്ചാണ് അവർ പറയുന്നത് ഒരു ഡാമിൻ്റെ ആയുസ് 40 years എന്ന്. അത് തന്നെ മാധവ് ഗാഡ്ഗിലും പറയുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഡാമുകളും നിർവീര്യമാക്കണം, ഡീകമ്മീഷൻ ചെയ്യണം, 35-40 വർഷം കഴിഞ്ഞ എല്ലാ ഡാമുകളും. ഇതാണ് മാധവ് ഗാഡ്ഗിലും പറഞ്ഞിട്ടുള്ളത്, നോട്ടഡ് എൻവറോൺമെൻ്റലിസ്റ്റ്. അപ്പോൾ ഉറപ്പായ കാര്യമാണ്, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചാൽ ഡാം ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയും എന്നുള്ള കാര്യം. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു വിദഗ്ധ സമിതി ഈ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്ന് പറയുന്നു. എൻ്റെ കേസിൽ ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസ് വിജയത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ പോകുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അനുവാദം കിട്ടുമെന്ന് സാർ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ടോ? കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലോകത്ത് വികസിത രാജ്യങ്ങളൊക്കെ തന്നെ, അതായത് അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ 40 വയസ്സിൽ മേലെ ഒരു ഡാം നിലനിർത്തില്ല. കാരണം എന്നറിയോ? അവരുടെ പൗരൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവർക്ക് ആത്മാർത്ഥതയുണ്ട്. ഒരു ഡാമിന് ഒരു മനുഷ്യൻ്റെ ജീവനായിട്ട് അവർ കമ്പയർ ചെയ്യാൻ നിൽക്കില്ല. ഇപ്പോൾ ഒരു ചോദ്യം വരാണ്, ഡാം വേണോ ഒരു മനുഷ്യൻ്റെ ജീവൻ വേണോ എന്ന് പറഞ്ഞാൽ അത്തരം രാജ്യങ്ങൾ പറയുക എന്താണെന്നറിയോ? ജീവൻ മതി. മനസ്സിലായില്ലേ? ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ 1.5 കോടി ജനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാവും. ഡാം ഡീകമ്മീഷൻ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവന് എത്ര ലിറ്റർ വെള്ളം പകരമായിട്ട് വയ്ക്കും? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് സാധിക്കുമോ? ഇത്ര ലിറ്റർ വെള്ളമാണ് ഒരു മനുഷ്യൻ്റെ ജീവനെന്ന് പറയാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യൻ്റെ ജീവനാണ് ഒരു ഡാമിനേക്കാൾ അല്ലെങ്കിൽ വെള്ളത്തേക്കാൾ പ്രാധാന്യമുള്ളത് എന്ന് പറയാൻ നിങ്ങൾ എന്തിനു അറയ്ക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും, അത് ഞാനൊന്ന് തിരുത്തി പറഞ്ഞാലോ? അതായത് നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ അല്ല, ഞാൻ പറയുകയാണ്, കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും. അങ്ങനെ ആയല്ലോ സാറേ? അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ്. സുരക്ഷയ്ക്ക് പരമ പ്രാധാന്യം കൊടുക്കണം. ജലത്തിൻ്റെ കാര്യം സെക്കൻഡറിയാണ്. അപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡീകമ്മീഷൻ ഫസ്റ്റ്. ആദ്യം ഒരു ഡീകമ്മീഷൻ ഓർഡർ വരട്ടെ. ഡാം നിർവീര്യമാക്കാനുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന്, നമ്മുടെ അത്യുന്നത നീതിപീഠത്തിൽ നിന്ന് വരട്ടെ. അതിനുശേഷം പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ആലോചിക്കുക. വെള്ളം എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ, എങ്ങനെ ഡാം കൺസ്ട്രക്ട് ചെയ്യണോ അതോ വേറെ വല്ലതും ചെയ്യണോ, അതിനൊക്കെ അവർ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കിയോളും. അങ്ങനെ ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരാനുള്ള ശ്രമങ്ങൾ എൻ്റെ കൂടെ കേരള സർക്കാരും കൂടി ചെയ്താൽ ഇമ്മീഡിയറ്റായിട്ട് അത്തരം ഒരു ഉത്തരവ് തീർച്ചയായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സെൻറ്റ് ജോർജ് ഫോർട്ടിലേക്ക്, ചെന്നൈയിലേക്ക് ഓടണ്ട. സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വരും, തിരുവനന്തപുരത്ത് വരും ചർച്ച ചെയ്യാൻ. സാർ, ഈ സുപ്രീം കോടതിയിലൊക്കെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നടക്കുന്നത്, പിന്നെ കേസ് കൊടുക്കുന്നതൊക്കെ. അതിൻ്റെ കൂടെ ഈ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കോ അല്ലെങ്കിൽ അസോസിയേഷൻകാർക്ക്, ചാരിറ്റബിൾ സൊസൈറ്റി, പിന്നെ മറ്റുള്ള സംഘടനകൾക്കൊക്കെ ചേരാൻ പറ്റുമോ? ഞാൻ അതിനു വേണ്ടി ഇടുക്കി ജില്ലയിലെ എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്, അതായത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്,
ബ്ലോക്ക് പഞ്ചായത്ത് ഈ സ്ഥാപനങ്ങളിലെല്ലാം കയറി ഇറങ്ങി എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്, അതായത് ഈ പഞ്ചായത്തുകളും മറ്റും സുപ്രീം കോടതിയിൽ ഒരു ഇൻ്റർവെനിങ് പെറ്റീഷനായിട്ട് വരണം, കക്ഷി ചേരാനായിട്ടുള്ള ഒരു പെറ്റീഷൻ വരണം എന്ന് നേരിട്ട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിന് വരാം, ഇൻ്റർവീനിങ് പെറ്റീഷനായിട്ട് വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതായത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷ, അത് അങ്ങനെ ഒരു വലിയ മഹത് കൃത്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരിക തന്നെ വേണം. അതിന് നമുക്കൊരു ഉദാത്തമായ ഒരു മാതൃകയുണ്ട്. തമിഴ്നാട്ടിലെ റിട്ടയേർഡ് എൻജിനീയേഴ്സ് അസോസിയേഷൻ തമിഴ്നാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇൻ്റർവീനിങ് പെറ്റീഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ് എംപിയും അത്തരം പെറ്റീഷനായിട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. സാർ എത്ര വർഷമായി ഈ മുല്ലപ്പെരിയാറുമായിട്ടുള്ള ആ നിയമപ്രശ്നം തുടങ്ങിയിട്ട്? അത് 2017 ഞാൻ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പേ ഒരു 3 വർഷം മുമ്പേ ഇതിൻ്റെ പ്രയത്നം തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. കരാറെടുത്തു, പിന്നെ കരാറ് പഠിച്ചു, സപ്ലിമെൻ്ററി കരാറെടുത്തു, അത് പഠിച്ചു. പിന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ 2-3 വർഷം പഠിച്ചു. അതിനുശേഷം 2017 കേസ് കൊടുത്തു. ഇപ്പം 5 വർഷമായി. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ കൂടെയും AK വ്ളോഗ്സിൻ്റെയും എല്ലാ ആശംസകളും സാറിന് തരികയാണ്. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് ഞങ്ങളുടെ കൂടെ ഒരു അരമണിക്കൂർ ചിലവഴിച്ചു. ഞാൻ വിചാരിച്ചില്ല സാർ ഇത്രയും സമയം എനിക്ക് തരുമെന്ന്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സാറിനെ കണ്ടതിലും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ സാറിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഇനിയും സാറിനോട് ആർക്ക് വേണേലും സാറ് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണേലും ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചോദിക്കാനും നമുക്കെല്ലാം സാറിൻ്റെ പുറകിൽ നിന്ന് അണിനിരന്ന് ഇതെങ്ങനെയും ഡീകമ്മീഷൻ ചെയ്യാൻ നോക്കാം. നന്ദി, നമസ്കാരം.